നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. രാജേഷ്, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം നടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. വൈരനാമ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആഭരണം കാണാതായിരിക്കുന്നു എന്നാണ് 6 മാസം മുമ്പ് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതാണെന്ന് പറയപ്പെടുന്നു. എന്താണ് ഈ ക്ഷേത്രങ്ങളുമായി സംബന്ധിച്ച്? ക്ഷേത്രങ്ങളിലെല്ലാം നമ്മൾ കാണുന്നുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നേരത്തെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന് പിന്നാലെ വീണ്ടും വളരെ ഗുരുതരമായ സാഹചര്യം ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി DGP റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു ആഭ്യന്തര സെക്രട്ടറിക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട വിവരം? പണ്ടൊക്കെ പത്മനാഭസ്വാമി അടിച്ചുകൊണ്ടിരുന്ന കിണ്ടി, ഓട്ടുരുളി, ചെമ്പ് വിളക്ക്, വെങ്കല വിളക്കൊക്കെ എല്ലാ ക്ഷേത്രങ്ങളിലും പോകുന്ന വഴിക്ക് ഈ ജീവനക്കാരൊക്കെ, എല്ലാവരും അല്ല, ചില ഒരു ഇത്തരം സാധനങ്ങള് ചില ഭ്രമമുള്ള ജീവനക്കാർ പോകുന്ന വഴിക്ക് മുണ്ടിന്റെ ഇടയിൽ ഇതൊക്കെ വെച്ച് കൊണ്ടുപോയി. അതായത് പണ്ട് സുന്ദരരാജൻ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ ചരിത്ര രേഖകളിൽ ക്ഷേത്രത്തിന്റെ കേസിലേക്കുള്ള അദ്ദേഹമാണ് ക്ഷേത്രത്തിന്റെ അവകാശം സംബന്ധിച്ച് അന്ന് സുപ്രീം കോടതി വരെ യുദ്ധം ചെയ്തത്. അദ്ദേഹം ഒരിക്കൽ ചാലയിൽ ഒരു തൊട്ടടുത്താണല്ലോ ചാല മാർക്കറ്റില് ചെന്നപ്പോഴത്തേക്കും താൻ രാവിലെ കണ്ടൊരു കിണ്ടി അവിടെ ഇരിക്കുന്നു. അതായത് രാവിലെ അദ്ദേഹം പത്മനാഭനെ ദർശിച്ച് അവിടെ തൊഴുത് ഒരു കിണ്ടി കണ്ട് അവിടെ കിണ്ടി ഇരിക്കുന്നത് അദ്ദേഹത്തിന് അറിയാം ക്ഷേത്രത്തിന്റെ കിണ്ടിയാണ്. നോക്കുമ്പോൾ അത് ഇവിടെ വിൽക്കാൻ കൊടുത്തിരിക്കും. അപ്പൊ അങ്ങനെ അടിച്ചു മാറ്റുന്ന അപ്പോഴാണ് അദ്ദേഹം ബോധവാനായത്. ഒരു കേസുമായി അദ്ദേഹം രംഗത്ത് വന്നതൊക്കെ കാരണം ക്ഷേത്ര സ്വത്താണ്, ആർക്കും കൊണ്ടുപോകാമെന്നുള്ളൊരു ഒരു കാരണം അളവറ്റ സ്വത്ത് അതൊക്കെ അവിടെ ഉണ്ടോ എന്ന് അറിയില്ല. അതെ, അതിന് തുറക്കാത്ത നിലവറകളൊക്കെ ഉണ്ട്. ബി നിലവറ തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ സ്വത്തുക്കൾ ഉണ്ടോ, അവിടെ എന്തെങ്കിലും ഉണ്ടോ, അവിടെ അടിച്ചു മാറ്റിയത് കൊണ്ടാണോ തുറക്കരുതെന്ന് പറയുന്നത് അറിയില്ല. യഥാർത്ഥത്തിൽ എന്താണ് അതിന്റെ ഒരു ചരിത്രം? ഇത്രയും കാലം ഈ സുപ്രീം കോടതി കേസിനൊക്കെ ആയതുകൊണ്ട് എല്ലാവരും നിസ്സംഗത്തില്ല. പിന്നെ ഒരു ജഡ്ജി അധ്യക്ഷയായ ജഡ്ജിയുടെ ചുമതലയിൽ ഒരു ക്ഷേത്ര ഭരണ സമിതിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ അതിന്റെ ഭരണം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ ക്ഷേത്രത്തില് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സ്വർണ്ണ വിളക്ക് പണ്ടിതുപോലെ ശബരിമലയിലെ അതേ വിഷയം വൈരനാമം ശ്രീകോവിലുള്ളിൽ നിന്നും മാറ്റാൻ പാടില്ലാത്തതാണ്. അത്ര അമൂല്യമായൊരു ആഭരണമാണ് ഈ വൈരനാമ അടക്കം. അത് അറ്റകുറ്റപ്പണി കൊണ്ടുവരുന്ന പറയുന്നത് ഇങ്ങനെ എന്തൊക്കെ അതിന്റെ പേര് വൈരനാമ എന്നാണ്. ഇങ്ങനെ എന്തൊക്കെ ആഭരണങ്ങൾ ശബരിമലയിൽ കൊണ്ടുപോയതുപോലെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോയി എന്നുള്ളത് ഇപ്പോഴും ഒരു കണക്കുമില്ല. അന്ന് കെ ജയകുമാർ IAS അദ്ദേഹമാണ് അന്ന് ഈ സമിതിയുടെ തലവനായിട്ട് ഈ നിലവറയിൽ ഇറങ്ങി പരിശോധിച്ചു. അദ്ദേഹം പറയുമായിരുന്നു അവിടെ അന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് ഒരു കയറിന്റെ വണ്ണത്തിലുള്ള സ്വർണ്ണ ചങ്ങലകൾ, പിന്നെ പവിഴം കൊണ്ടുള്ള വാക്കിന്റെ കുലയുടെ സ്വർണവും പിന്നെ വൈഡൂര്യവും രത്നവും ഒക്കെയുള്ള അത് അങ്ങനെ അമൂല്യമായ നിധിശേഖരമാണ്. പല നാട്ടുരാജ്യങ്ങളും പണ്ട് ടിപ്പു സുൽത്താൻ ഭയന്ന് ഇവിടെ പത്മനാഭന്റെ അവിടെ സുരക്ഷിതമായിട്ട് വെക്കാൻ ഒരു ലോക്കർ പോലെ, ഒരു ബാങ്ക് ലോക്കർ പോലെ കൊണ്ടന്ന് സൂക്ഷിച്ചിരുന്ന ഒരു അവസ്ഥയാണ്. ഈ സ്വർണ്ണമെല്ലാം കൊണ്ടുപോകുമ്പോൾ ചോദിക്കാൻ നാഥനില്ല. ശരിക്കും ദേവസ്വത്തിന്റെ ഭാഗമല്ല, തിരുവിതാംകൂർ കുടുംബത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഇടയ്ക്ക് വാർത്ത കണ്ടില്ലേ, അവിടുത്തെ തമ്പുരാട്ടി ഇടയ്ക്ക് പരാതി കൊടുത്തത് 1 വർഷം മുമ്പേ കാണാതായി വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ. ആരെങ്കിലും അത് എടുത്ത് മാറ്റി വെച്ചതാകാം എന്ന് കരുതി പിന്നീട് പോലീസിനെ സമീപിച്ചു. അതെ, പോലീസ് അന്വേഷണം വരപ്പിച്ചു. അതായത് പോലീസ് അവര് പറഞ്ഞത് പുറത്ത് പറയണ്ട ഇങ്ങനൊരു. അപ്പൊ പോലീസിന് എഫ്ഐആർ കഴിഞ്ഞാൽ അത് പൊതുരേഖയാണ്. ഏതൊരു അഭിഭാഷകനോ ഏതൊരു സ്വകാര്യ ജനത്തിനോടോ വേണമെങ്കിൽ ആ രേഖ എടുക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ രഹസ്യമായിട്ട് അന്വേഷണം സാധ്യമല്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇപ്പോൾ സംസ്ഥാന പോലീസിന്റെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഇന്റലിജൻസ് മേധാവി DGPക്ക് കൊടുക്കുകയും DGP അത് ആഭ്യന്തര സെക്രട്ടറി കൈമാറിയിട്ടുണ്ട്. 78 ഗ്രാം, അതായത് ഭക്തർ സമർപ്പിച്ച 78 ഗ്രാം ഇപ്പോൾ കാണുന്നില്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ള. അറ്റകുറ്റപ്പണിക്ക് എന്ന പേരിൽ കൊണ്ടുപോയ സ്വർണ്ണ വിളക്ക് 6 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവന്നില്ല. ക്ഷേത്ര രജിസ്ട്രിയിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല. നിലവറയ്ക്ക് പുറത്തുള്ള മുഴുവൻ സ്വർണവും വെള്ളിയും ഇനിയും നിലവറയ്ക്കകത്തേക്ക് എത്രയും വേഗം സുരക്ഷിതമായ സ്ട്രോങ് റൂമിലേക്ക് മാറ്റണം എന്നാണ് ഇപ്പോൾ ആവശ്യം. ഭക്തർ സംഭാവനയിൽ നിൽക്കുന്ന മുഴുവൻ വസ്തുക്കളും പ്രത്യേക ലോക്കറുകളിലേക്ക് മാറ്റി കൃത്യമായ പോലീസ് കാവൽ ഏർപ്പെടുത്തണമെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കർശനമായ പരിശോധനകൾക്ക് വിധേയമാകാതെ ഒരാളെ പോലും ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്ര പരിസരത്തേക്ക് പ്രവേശിപ്പിക്കരുത്. ഒപ്പം ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു പോകുന്നവരെ, അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥരായിട്ടുള്ളവരെ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരെ അടക്കമുള്ളവരെ നിരീക്ഷിക്കണമെന്ന നിർദ്ദേശമൊക്കെ ഇതിനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ക്ഷേത്ര സുരക്ഷയിൽ വൻ അപാകതയുണ്ട്, അതിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്നും DGP അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇപ്പോഴാണ് പോലീസിന് ബോധം വന്നത്.
നമ്മളൊക്കെ ദർശനത്തിന് ചെല്ലുമ്പോഴത്തേക്കും കനത്ത സുരക്ഷയാണ്. കമാൻഡോസ് അടക്കം ചുറ്റും ക്ഷേത്രം പറഞ്ഞിട്ടുണ്ട്. അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ. എന്നിട്ടും ക്ഷേത്രത്തിൽ സ്വർണം പുറത്തോട്ട് പോകുന്നതിന് അത് ശബരിമലയിലും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ശബരിമലയിലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടുള്ള കൊള്ളയായിരുന്നു മനസ്സിലാക്കുന്നു. ദേവസ്വം ബോർഡിലെ അധികം ആൾക്കാരൊന്നും പ്രതികളായിട്ടില്ലെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മന്ത്രിയും ഒന്നും അതിൽ പ്രതികളാക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും അവരുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. ഭരണത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും സ്വാധീനത്തിന്റെയും ഒക്കെ തലയിൽ രക്ഷപ്പെട്ടു പോവുകയാണ് ഇത്തരക്കാർ ചെയ്യുന്നത്. ഇവിടെയും അതുപോലെ തന്നെ ആവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. പക്ഷേ കഴിഞ്ഞ കുറെ കാലങ്ങളായി പത്മനാഭസ്വാമി ക്ഷേത്രം പലതവണയും ഇത്തരത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണങ്ങൾ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇതൊരു പ്രധാനപ്പെട്ട അമൂല്യമായ ഒരു വജ്രാഭരണം എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. വൈരനാമ അത് കാണാനില്ല, അത് ഇതുവരെ തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല. ഈ അറ്റകുറ്റപ്പണിക്ക് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടാണ് ശബരിമലയിൽ ഇത് ചെയ്തത്. അപ്പൊ അത് ആലോചിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും അത് പങ്കുണ്ടോ എന്ന് നമുക്ക് സ്വാഭാവികമായി ചിന്തിക്കാൻ കഴിയും. കാരണം ഈ അമൂല്യമായ വസ്തുക്കൾ മറ്റു രാജ്യങ്ങളിൽ കടക്കുന്നതിന് വലിയ വമ്പൻ ബിസിനസ്സാണ്. ഈ ആന്റിക് സാധനങ്ങളൊക്കെ പുറത്തേക്ക് കടക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ രമേശ് ചെന്നിത്തല പറയുന്നത് നടത്തിയ വെളിപ്പെടുത്തൽ ഒരു അന്താരാഷ്ട്ര ലോബിയുമായി അദ്ദേഹത്തിന് അത് അറിയാമെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ഇപ്പൊ ഏറ്റവും എളുപ്പം അന്വേഷണം നടത്താവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു ലോബി ഉണ്ടെങ്കിൽ അത് ലോബി കണ്ടെത്തേണ്ടത് തന്നെയാണ്. അങ്ങനെ ഒരു ലോബി ഉണ്ട്. കാരണം ഈ ആന്റിക് വസ്തുക്കൾ ഭയങ്കര വിലമതിക്കാത്ത, നമുക്ക് എത്രയെന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ വിലമതിക്കാത്ത സാധനങ്ങളുണ്ട്. ഒരുപാട് വില കൊടുത്താണ് ആൾക്കാർ ഇത് വാങ്ങി വെക്കുകയും ചെയ്യും. അപ്പൊ അന്ന് ജയറാം തന്നെ പറഞ്ഞില്ല, എന്റെ വീട്ടിൽ കൊണ്ടുവച്ച് ക്ഷേത്ര പാളി കൊണ്ടുവെക്കുന്ന ഐശ്വര്യമാണെന്ന് വെച്ച് ഇങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. ഇങ്ങനെ അന്ധവിശ്വാസമാണ്. അത് ക്ഷേത്ര സ്വത്തുക്കൾ തന്നെ വീട്ടിലെത്തി. അത് സത്യത്തിൽ അത് വിശ്വാസത്തിന് എതിരാണെന്ന് ഞാൻ പറയും. ക്ഷേത്രത്തിലെ ഏതെങ്കിലും ഒരു വസ്തു നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ച് പൂജ ചെയ്താൽ അതിന് ഇത് ഫലം കിട്ടുമെന്ന് പറയുന്നത് എനിക്കറിയില്ല. അത് എത്രത്തോളം വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അന്ധവിശ്വാസം തന്നെ ചിന്തിക്കാം നമുക്ക്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെ തന്നെ കാണണം. മാത്രമല്ല സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഇപ്പൊ ഗുരുവായൂരെയാണെങ്കിലും ശബരിമലയാണെങ്കിലും സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ഈ അടുത്ത കാലത്താണ് അവിടെ നിന്നൊരു വട്ടിയൂർക്കാവിൽ നേരത്തെ താമസം ഉണ്ടായിരുന്ന ഒരു തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരാൾ അവിടെ റൂം എടുത്ത് താമസിച്ചിരുന്ന തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വന്നു. അയാൾ വേറെ എവിടെയോ പോയി കുറെ കാലത്തിന് ശേഷം അവിടെ ഒന്ന് റൂം എടുത്ത് താമസിച്ചിരുന്നതാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ സുരക്ഷാ വീഴ്ച, ഗുരുതരമായ ക്രമക്കേടുകൾ, ക്ഷേത്രം കൊള്ളയടിക്കാനുള്ള കശ്മീർ സ്വദേശിയാണ്. അപ്പൊ അത് കശ്മീർ സ്വദേശികൾ പലയിടത്തും ഗുരുവായൂർ വന്ന് നമ്മൾ കണ്ടതാണ്. ഈദ് മുബാറക്ക് എഴുതിയ ചോക്ലേറ്റ് ഒക്കെ വിതരണം ചെയ്ത്. അപ്പൊ ഏറ്റവും കൂടുതൽ സുരക്ഷ വേണ്ട സ്ഥലങ്ങളാണ് ഇങ്ങനത്തെ ക്ഷേത്രങ്ങൾ എന്നുള്ളതാണ് വളരെ തന്ത്രപ്രധാനമായി. എനിക്ക് തോന്നുന്നു രാജ്യത്തെ 10 ക്ഷേത്രങ്ങൾ എടുത്താൽ അതിൽ ഏറ്റവും കൂടുതൽ നിധി ശേഖരമുള്ള ക്ഷേത്രങ്ങൾ 5ഓ 6ഓ സ്ഥാനത്ത് നിൽക്കുന്നതാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. തിരുപ്പതി തിരുമലയാണ് ഏറ്റവും കൂടുതൽ ക്ഷേത്ര സ്വത്തുക്കളുള്ള. അതെ അതെ, അതാണ് ബീതലോറൊന്നും കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ബീതലോറ തുറന്നിട്ടില്ല. അവിടെ ഉണ്ടോ ഇനി ഇതിനകത്ത് ഇരിക്കുന്ന നിലവറകളിലൊക്കെ ഇരിക്കുന്നതൊക്കെ എപ്പോഴൊക്കെ നോക്കാൻ പറ്റൂലല്ലോ. അവിടെ അതൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഏതായാലും ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാനുള്ള ഈ ശ്രമം, ആ ശ്രമം വളരെ ഗൗരവകരമായി തടയപ്പെടേണ്ടതുണ്ട്. അതിനുള്ള ശ്രമം ഇപ്പൊ നേരത്തെ ഈ ലോബിയെ കുറിച്ച് പറഞ്ഞത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിന് മുമ്പ് ആഭ്യന്തര വകുപ്പ് കയ്യിലില്ലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള അന്വേഷണവും നടത്താം, ഏത് തരത്തിലും ഇതുമായി മുന്നോട്ട് പോകാം. ആരും അതിനെ എതിർക്കാൻ വരില്ല. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്ഷേത്രവും വിശ്വാസവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ആരും അതിനെ എതിർക്കാൻ വരില്ല. അതുകൊണ്ട് കൃത്യമായ അന്വേഷണം ഇതിൽ നടത്തണം. ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് കൂടി അന്വേഷണം നടത്തേണ്ടതുണ്ട്. അത് അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ കൂടി ഉണ്ടായാൽ ഒരുപക്ഷെ ഭാവിയിൽ ഇത്തരത്തിലുള്ള അത് കൃത്യമായ ആളിലേക്ക് എത്തി കൃത്യമായ ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചാൽ ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് തടയാൻ കഴിയും. ഒരു പരിധി വരെ പേടി ഉണ്ടാകും. ഇതിപ്പോ അങ്ങനെയല്ല, എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെടാം എന്ന് കലാകാലങ്ങളായി തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള മോഷണങ്ങൾ ആവർത്തിക്കുന്നത്. അതുണ്ടാകാതെ രമേശ് ചെന്നിത്തല ഒരു വിശ്വാസിയാണ്. അദ്ദേഹം ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടെടുക്കും എന്നാണ് ചിന്തിക്കുന്നത്. ക്ഷേത്രം മാത്രമല്ല, ഈ പള്ളി കൊള്ളയടിച്ചാലും നിങ്ങൾ പരാതി എടുത്തോളൂ, മുസ്ലിം പള്ളി കൊള്ളയടിച്ചാലും എടുത്തോളൂ, അതിനാർക്കും ഇവിടെ പരാതിയില്ല. പക്ഷേ അവിശ്വാസികളുടെ പണമാണ്. അത് വളരെ കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് സുരക്ഷ വളരെ സങ്കീർണമായ സുരക്ഷ. കമാൻഡോസ് ഉണ്ട്, 24 മണിക്കൂറും ഓരോ റൗണ്ട് ബോട്ട് കമാൻഡോസ്, പിന്നെ അവിടുത്തെ സായുധ പോലീസിന്റെ, ഇവരെല്ലാം വരുന്ന സന്ദർശകർ, പിന്നെ ആ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്ന ആ നിധി, ഇതിന് വേണ്ടിയിട്ടാണ് 24 മണിക്കൂർ എല്ലായിടത്തും CCTV ക്യാമറ അടക്കമുള്ള സർവൈലൻസ് അടക്കം. പക്ഷെ മറ്റ് അവിടുത്തെ ഈ പൂജാ സാധനങ്ങൾ നീക്കുപോക്ക്, ഇതിലൊന്നും പോലീസിന് യാതൊരു റോളുമില്ല. ഈ ഒരു മാസം മുമ്പാണ് ഒരു വാർത്ത വന്നത്, പത്മനാഭന് ദിവസേന അഭിഷേകത്തിന് കൊണ്ടുവരുന്ന പാല് വരെ വെട്ടിച്ചുകൊണ്ട്, പാല്, അവിടുത്തെ അരി, അവിടുത്തെ പൂജാ സാധനങ്ങൾ, ഇതെല്ലാം കൃത്യമായി വെട്ടിച്ചുകൊണ്ട് പോകുന്ന, ഇതൊന്നും ഇത് അവിടെ ദേവസ്വത്തിന് കാണുന്നു.
ഇതിനു പുറമെ ദേവസ്വത്തിന്റെ ഗവൺമെന്റ് ഇന്നർ റിങ്ങിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഇത് ടൂറിസ്റ്റ് കേസ്, കാരണം നിധി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ടൂറിസ്റ്റ് വരുന്നുണ്ട്. ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ 500,000 വെച്ച് വാങ്ങിയിട്ട് സ്പെഷ്യൽ പാസ് ഉണ്ട്. ഈ പാസ് കൊടുക്കുന്ന വഴിയിലൂടെ ഈ ടൂറിസ്റ്റുകളെ കയറ്റി വിടുക. അത് 500 എന്നുള്ളത് ചിലപ്പോൾ ആളതിന് 500 വാങ്ങിക്കാറുണ്ട്. അങ്ങനെ പണം വാങ്ങി അകത്തേക്ക് വിടുന്ന ചില ആളുകളുടെ ജോലി. അപ്പൊ അങ്ങനെ വരുമ്പോഴും പോലീസിന് ആ ക്ഷേത്രമായതുകൊണ്ടാണ് ഞാൻ സങ്കീർണമാണ്. അപ്പൊ സംസ്ഥാന പോലീസിന് ഇടപെടുന്നതിൽ പരിധിയുണ്ട്. അവിടുത്തെ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടും അതിന്റെ ക്ഷേത്രത്തിന്റെ പുറത്തെ 4 എൻട്രൻസ്, ഈ എൻട്രൻസ് എല്ലാം വളരെ സെക്യൂർ ആക്കണം എന്നതാണ് അവർക്കുള്ള ഇപ്പോഴത്തെ നിർദ്ദേശം. ഇനിയിപ്പോ അത് പാടില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. കാരണം ക്ഷേത്രത്തിലേക്കുള്ള ഓരോ മൂവ്മെന്റും ഇനിയിപ്പം സന്ദർശകരാകട്ടെ, തൊഴാൻ വരുന്ന വിശ്വാസികളാകട്ടെ, ക്ഷേത്ര ജീവനക്കാരാകട്ടെ, ഇവരെ അരിച്ചു പറക്കി പരിശോധിച്ച് തന്നെ വിടണം എന്നാണ് ഇപ്പോൾ. കാരണം എത്ര കണ്ടായിട്ടും അവിടുത്തെ സ്വർണം അത് കാരണം അവർക്ക് എടുത്ത് പൊതി തീരാത്തവർ ഇപ്പോഴും ഭഗവാന്റെ സ്വത്ത്, ദേവസ്വം സ്വത്ത് എടുത്തുകൊണ്ടുപോയി വിറ്റ് കാശാക്കി കോടീശ്വരന്മാരെ ആയവര് നിരവധിയുണ്ട്. നമ്മുടെ പല ഇവിടുത്തെ തിരുവനന്തപുരം നഗരത്തിലെ പല വ്യവസായികളും പെട്ടെന്ന് വ്യവസായികൾ അവരെല്ലാം ഈ പറയുന്നത് അവിടെ ആ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഓരോ കെട്ടിടങ്ങളിലെയും അവിടുത്തെ നിധി, ഭഗവാന്റെ അവിടെ നിന്നൊക്കെ കിട്ടിയ നിധി ഉപയോഗിച്ച് ആണ് അദ്ദേഹം വലുതായെന്നൊക്കെ കഥകളുണ്ട്. അതവിടെ ഇരിക്കട്ടെ. പക്ഷെ ഈ ക്ഷേത്രത്തിന്റെ സുരക്ഷ പോലീസിന് വളരെ തലവേദനയാണ്. അപ്പോഴാണ് ഇത് എന്തോ ഒരു കാര്യം, ത്രെട്ട് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇന്റലിജൻസ് ഒരു കാര്യം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തോ ഒരു ത്രെട്ട് ക്ഷേത്രത്തിൽ വരുന്നുണ്ട്. വളരെ നിസ്സാരമാണ്. ഇത്രയും തിരക്കേറിയ വളരെ ഇടുങ്ങിയ റോഡ്, നമ്മുടെ ഒരു അത്യാഹിതം സംഭവിച്ചാൽ റോഡെല്ലാം ജാമാവും. ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡെല്ലാം വളരെ ഒറ്റ ഒരു റോഡാണ്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡ് വികസിപ്പിക്കാനൊന്നും ഒരു നടന്നു ഈ 10 വർഷമായിട്ട് സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. ആ വഴിയൊക്കെ പഴയ ക്ഷേത്രത്തിന് റോഡെല്ലാം വളരെ കൺജസ്റ്റഡ് ആണ്. ഇല്ല, അതിനകത്ത് ലോഡ്ജുകളുണ്ട്. അങ്ങനെ വന്ന് താമസിപ്പിക്കുന്ന വരാവരെയായ കാണാം അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരു 100-500 പേര് കാണും. അവരെ തൊഴിൽ കഴിച്ച് ഈ കിഴക്കേ കോട്ടയുടെ മുന്നിൽ നിൽക്കുന്നവർ. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ മനസ്സമാനം ഇല്ലാതാക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ പോലീസിന് ഇപ്പോൾ ആശങ്കയുണ്ട്. അവരെന്തോ മുന്നിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. അതായത് സ്വർണം മാത്രമല്ല, കിട്ടുന്ന കിണ്ടി, ഓട്ടുകളി, വിളക്ക്, ഇടിഞ്ഞില് വരെ എടുത്ത് അകത്ത് വയ്ക്കാൻ, ശരിക്കും ഇടിഞ്ഞില് വരെ എടുത്ത് അകത്ത് വെക്കണം എന്നാണ് ഇപ്പോൾ ഇന്റലിജൻസ് മേധാവിയുടെ നിർദ്ദേശം. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഇത് DGP അറിയിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്, ആഭ്യന്തര സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. ഉടനെ തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ക്ഷേത്ര സ്വത്ത് അതിനിപ്പോൾ ഏത് ക്ഷേത്രമായാലും, നേരത്തെ പറഞ്ഞതുപോലെ പള്ളിയായാലും ഒരു മോസ്ക് ആയാലും, അത് അവിടുത്തെ വിശ്വാസത്തോട് നൽകുന്ന സ്വത്താണ്. ഈ സംരക്ഷിക്കപ്പെടണം. അതാണ് ഒരു സർക്കാരിന്റെ ദൗത്യവും സർക്കാരിന്റെ കടമയും. അത് ഈ സർക്കാർ നിറവേറ്റുമെന്ന് നമുക്ക് കാണാം. പ്രതി രമേശ് ചെന്നിത്തല ആഭ്യന്തര മന്ത്രി ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കും.